ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അതിൻ്റെ കാരണമുണ്ട് കേട്ടോ. എനിക്ക് തീരെ സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എടുത്ത് ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ എന്തെങ്കിലും മനസ്സിലിങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുമല്ലേ, പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം മാറി മറിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാനും എത്തിപ്പെട്ടത്. അപ്പോൾ എനിക്ക് സുഖമില്ലാതെ വന്ന് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അമ്പലത്തിലൊന്നും എനിക്ക് സുഖമില്ലാഞ്ഞുകൊണ്ട് ഞാൻ അമ്പലത്തിലൊന്നും പോയിട്ടില്ലായിരുന്നേ. അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഇത് നേരത്തെ ഉത്സവത്തിന് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. അത് എനിക്ക് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ആക്കാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. സൗണ്ടും ഇല്ലായിരുന്നു, ചുമയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയത്. ഇപ്പം എന്താ പറയേണ്ടത്, ഇപ്പം ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടുള്ള 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇന്നിപ്പോൾ വോയിസ് ഓവർ കൊടുത്ത് ഇടാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉത്സവത്തിന് ഞാൻ അമ്പലത്തിൽ ഞാൻ പോയില്ലെങ്കിലും അനുക്കുട്ടിക്കും പോകാൻ പറ്റത്തില്ലല്ലോ. മാസം അടുത്തിരിക്കുന്നതുകൊണ്ട് അനുക്കുട്ടീനെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. അതാണ് ഞാൻ കൂടുതലും പോകാതിരുന്നത്. പിന്നെ പനിയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കരിമരുന്നിൻ്റെ പൊടിയും ഒക്കെ കയറും. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാനും പോകാതെയൊക്കെ ഇരുന്നത്. പിന്നെ ഇവിടെ മോന് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. തിരുപിടുത്തവും ശയനപ്രദക്ഷിണവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയും ചേട്ടായിയും പിന്നെ എൻ്റെയും മനുക്കുട്ടിയുടെയും വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉത്സവവും കാഴ്ചകളും വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വീട്ടുവിശേഷങ്ങളിലേക്കാണ്. അപ്പോൾ രാവിലെ പുട്ടും പഴവുമാണ് ഉണ്ടാക്കി കഴിച്ചത്. പിന്നെ അരിയടപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കറിക്ക് കിട്ടിയത് ചൂരമീനാണ്. ചെറിയ ചൂരയില്ലേ, അതാണ് കിട്ടിയത്. അപ്പം ഞാൻ തെരണ്ടി മീൻ ക്ലീൻ ചെയ്യണതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചൂര മീനും കൂടെ ക്ലീൻ ചെയ്യണത് കാണിക്കണേ ചേച്ചി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പം നമുക്ക് വലുത് കിട്ടിയിട്ടില്ല കേട്ടോ. അത് ചെറിയ മീനാണെങ്കിൽ ഞാനത് ക്ലീൻ ആക്കുന്നത് ഇതിൽ ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ ചെറുതാകുമ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ ചെകിള വലിച്ചത് മാറ്റിയിട്ട് അതിൽ ഒരു പൂ പോലൊരു സംഭവമുണ്ട്. അപ്പോൾ അതും കുടലും അഴുക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചു മാറ്റണം. പിന്നെ ഇതിൻ്റെ പുറത്ത് ഒരു തേച്ച് കളയാനായിട്ട് ഒരു ചുണ്ണാമ്പ് പോലെ ഒരു സംഭവമുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തേക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാത്രം കഴുകാൻ മേടിക്കുന്ന സ്ക്രബ്ബറില്ലേ, അപ്പം ഞാനിവിടെ മീൻ തേക്കാനായിട്ട് പ്രത്യേകം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് ഞാൻ എപ്പോഴും അതിൻ്റെ പുറം തേച്ച് കഴുകി എടുക്കാറുണ്ട്. അപ്പോൾ ഇത് വലിയ മീനാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് പൊളന്ന് ആ പുറം ഭാഗത്തുനിന്ന് ഒന്ന് മുറിച്ചിട്ട് രണ്ടായിട്ട് പൊളക്കും. അതിന് ശേഷമാണ് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം വലിയ മീനാണെങ്കിൽ. ഇതിപ്പോൾ ചെറിയ മീനാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൊളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ മുതുഭാഗം എന്തായാലും നമുക്കൊന്ന് മുറിച്ച് മാറ്റണം. അവിടെ ഒരു മുള്ള് പോലെ ഒരു അരം പോലെയൊക്കെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് കറി കിടന്ന വലിയ ടേസ്റ്റ് നമുക്ക് തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ 2 പുറം ഇതുപോലെ തേച്ച് കഴുകണേ. അപ്പോൾ അതെല്ലാം തേച്ച് കഴുകി എടുത്തിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വലിയ ചൂരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് തന്നെ അവർ കട്ട് ചെയ്ത് തരും. നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് തേച്ച് കഴുകിയൊക്കെ എടുക്കേണ്ട കാര്യവും വരുന്നുള്ളൂ. കട്ട് ചെയ്ത് കിട്ടുന്നതാണ് മീൻ. അപ്പോൾ ഉത്സവത്തിനാണെങ്കിലും ഫുഡെല്ലാം ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതല്ലേ. അമ്പലത്തിൽ പോകാം, വീഡിയോ എടുക്കാം, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതൊന്നും നടന്നിട്ടില്ല. ഇപ്പം പനിയൊക്കെ കുറഞ്ഞു കേട്ടോ, നല്ല ആശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ ആ മീൻ പൊളന്നില്ല കേട്ടോ. അതങ്ങനെ വെച്ച് തന്നെ ഞാൻ മുറിച്ചങ്ങോട്ട് ഇടുകയാണ്. അതിൻ്റെ ആ പുറം ഭാഗത്തുനിന്ന് ഒന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് ഇത് ഞാൻ മുളകിൽ കറി വയ്ക്കാൻ പോയാണ്. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം വഴറ്റിയിട്ട് നമ്മൾ ചെയ്യൂലേ, അതുപോലെ സിമ്പിളായിട്ടുള്ള കറി. അപ്പോൾ എല്ലാം കഴുകി വാരിയൊക്കെ ഇനി എടുക്കണം. അപ്പോൾ വിനാഗിരിയും ഉപ്പുമൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ കഴുകിയൊക്കെ എടുത്തത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് മല്ലി കഴുകി സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മല്ലിപ്പൊടി നല്ല രുചികരമായ രീതിയിൽ നമ്മൾ മല്ലിപ്പൊടി എങ്ങനെ തയ്യാറാക്കുന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാവേ. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടെറസിൽ കൊണ്ടുപോയിട്ട് ഉണക്കണത്. അപ്പോൾ വെള്ളം പോയതിന് ശേഷം ഞാൻ ആ ടെറസിൽ ഒരു പാ വിരിച്ചിട്ട് അതിൽ കൊണ്ടുവന്നിട്ട് വിരിച്ചിടിയണേ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് തന്നെ നമുക്കിത് ഉണക്കിയെടുക്കാനും പറ്റും. പൊടിച്ചെടുക്കാനാണ്. ഞാനിത് മില്ലിലൊന്നും കൊണ്ടുപോകുന്നില്ല. ഇത് കുറച്ച് മല്ലിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഐറ്റംസും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ മല്ലിപ്പൊടി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ അപ്ലോഡ് ആക്കാം. അപ്പോൾ ഇത് എനിക്ക് ഉത്സവത്തിന് കറികൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ മല്ലിപ്പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്
ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഞാൻ ഉത്സവത്തിന് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. പിന്നെ അതിന് ശേഷം വന്നിട്ടാണ് കറികളൊക്കെ വെച്ചത്. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം വഴറ്റി അതിലേക്ക് പൊടികളും ഒക്കെ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാ പൊടികളും ഒക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറി വന്നപ്പോൾ അതിലേക്ക് വെള്ളം ചേർത്ത് തിളച്ച് വന്നിട്ടുണ്ട്. അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുടംപുളിയും ഒരു തക്കാളിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീൻസ് തോരനാണ് അതും റെഡിയാക്കാനായിട്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അവസാനം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് മധുരക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മുറിച്ച് നമ്മുടെ ഇഡലി പാത്രത്തിലെ ഒരു തട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് വെള്ളവും കൂടെ തളിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചത് വേവിക്കാറില്ല, ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ കിടന്നതിൻ്റെ മധുരവും പോവില്ല, ആവിയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ കാപ്പിയുടെ കൂടെ വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.